ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മത്തങ്ങ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നേന്ത്രപ്പഴം പഴുത്തതും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇച്ചിരി മധുരമുള്ള എരിശ്ശേരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുക. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് തേങ്ങ, ഒരു സ്പൂൺ ജീരകം, ഒരു ചെറിയ വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് എടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും. അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർക്കണ്ട. നമ്മൾ തേങ്ങയുടെ അരപ്പിൽ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ, അത് മതി. നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇച്ചിരി മധുരമുള്ള നല്ല ടേസ്റ്റുള്ള എരിശ്ശേരിയാണ് കേട്ടോ. പിന്നത് താളിപ്പിന് വേണ്ടിയിട്ട് കറിവേപ്പില, വറ്റൽമുളക്, കടുക് എല്ലാം കൂടി പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക, അടച്ചു വയ്ക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.